ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകണത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിലാണെന്ന ഈ ഒരു കളർ ഗ്രേഡിങ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീഡിയോസിൽ എങ്ങനെ കൊണ്ടുവരാം എന്നാണ്. സോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളർ ഗ്രേഡിങ് ആണിത്. ക്യാപ് കട്ടിലാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. സോ നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്യാപ് കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് വേണ്ട പ്രൊജക്റ്റ് ഏതാണോ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. സോ ഞാൻ ഇതിലാണ് കളർ ഗ്രേഡ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. സോ നമ്മുടെ കളർ ഗ്രേഡിങ്ങിൽ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ഫിൽറ്റേഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ലാൻഡ്സ്കേപ്പിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ ലേക്ക് എന്ന് പറഞ്ഞ ഒരു ഫിൽറ്റർ കാണും. സോ ഒരു ഫിൽറ്റർ എടുത്തിട്ടിട്ട് അതിൻ്റെ അഡ്ജസ്റ്റിൽ ചെന്നിട്ട് അത് ജസ്റ്റ് ഒരു 10 to 11 ആക്കി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് സെക്കൻഡായിട്ട് വീണ്ടും ഫിൽറ്ററിൽ പോയിട്ട് നമുക്ക് ലാൻഡ്സ്കേപ്പിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു അമ്പർ എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് കാണും. ഈ ഒരു ഫിൽറ്റർ ആഡ് ചെയ്തിട്ട് അതിൻ്റെ അഡ്ജസ്റ്റിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, സോ അതിൻ്റെ അഡ്ജസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിപ്പോൾ ബ്രൈറ്റ്നസ് വേണമെങ്കിൽ ബ്രൈറ്റ്നസ് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. ദെൻ ഈ ഒരു കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോസിൽ ഏതെങ്കിലും ഏരിയയിലൊക്കെ ഡാർക്ക് ആയിട്ടുള്ള സ്പോട്ടൊക്കെ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഡാർക്ക് ആക്കാൻ വേണ്ടിയാണ്. നെക്സ്റ്റ് സാറ്റുറേഷൻ ആണെങ്കിൽ കളർ ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം ഒന്ന് കൂട്ടി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഗ്രാഫിൽ നോക്കാം. ഗ്രാഫിൽ നമുക്ക് മേലത്തെ ഭാഗം ഹൈലൈറ്റ്, അടിയിൽ ഷാഡോ. ഓക്കെ, അപ്പോൾ മേലെ ജസ്റ്റ് ഒരു പോയിന്റ് ആഡ് ചെയ്തത് നമുക്ക് ജസ്റ്റ് ഒന്ന് മേലോട്ടാക്കി കൊടുക്കുമ്പോൾ ആ ഒരു സ്കൈഡ് ഏരിയയിലുള്ള ഒരു ലൈറ്റിങ് അത്യാവശ്യം ഇൻക്രീസ് ആവുന്നതാണ്. സോ അത് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. അടിയിൽ നമുക്ക് ഡാർക്ക് ആണ് വേണ്ടത്, അപ്പോൾ അടിയിൽ ജസ്റ്റ് ഒന്ന് അടിക്കാക്കി കൊടുക്കുക. ഓക്കെ, അതിൽ റെഡിൻ്റെ കാര്യത്തിലായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് 2 പോയിന്റ് അതുപോലെ തന്നെ ആഡ് ചെയ്തിട്ട് അത്യാവശ്യം മേലിൽ അത്യാവശ്യം റെഡ് ഒന്ന് ജസ്റ്റ് കൂട്ടി കൊടുക്കുക. അടിയിൽ നമുക്ക് റെഡിൻ്റെ ആവശ്യമില്ല, അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നെക്സ്റ്റ് നമുക്ക് ആ ഒരു ബ്ലൂവിലാണ് നമുക്ക് ആ ഒരു വയലറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ അതിനായി നമുക്ക് ആ ഒരു ബ്ലൂവിൽ ക്ലിക്ക് ചെയ്തിട്ട് അതുപോലെ ഡോട്ട് ഇട്ടിട്ട് മേലത്തെ ഡോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മേലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ആ ഒരു വയലറ്റ് ഇൻക്രീസ് ആയി വരുന്നത് കാണാം. സോ നിങ്ങളുടെ വീഡിയോസിൽ ബോർ ആവാത്ത രീതിയിൽ ആ ഒരു വയലറ്റ് വരുന്നത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ശേഷം നമുക്ക് ഈ ഒരു സൈഡിലുള്ള ഈ ഒരു ഹൈലൈറ്റ്സ് കാര്യങ്ങളും ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് റീടച്ച് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം. ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് വൈറ്റൊക്കെ ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ വീഡിയോസിന് ഇപ്പോൾ ഇത് അത്യാവശ്യം കൂടുതലാണെങ്കിൽ ഈ ഒരു അഡ്ജസ്റ്റിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ഒപ്പാസിറ്റി ഒക്കെ ഒന്ന് ജസ്റ്റ് കുറച്ച് കൊടുത്താൽ അത്യാവശ്യം റെഡിയാവും. ഓക്കെ, അതിൽ നിങ്ങളുടെ വീഡിയോയുടെ ആ ഒരു കട്ട്സിനനുസരിച്ച് തന്നെ റെഡിയാക്കി കൊടുക്കുക. ശേഷം നമുക്ക് ഈ ഒരു ക്ലിപ്പിൻ്റെ നോയ്സ് ഒന്ന് റെഡ്യൂസ് ചെയ്യാം. സോ അതിനായ ഒരു ക്ലിപ്പിൽ അഡ്ജസ്റ്റിൽ പോയി കഴിഞ്ഞാൽ വീഡിയോ ക്വാളിറ്റിയിൽ ആ ഒരു ഇമേജ് നോയ്സ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഹൈ ആക്കി കൊടുക്കുക. എന്നിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റ് ആഡ് ചെയ്യലാണ്. അത്യാവശ്യം ഒരു ഗ്ലോ കൊണ്ടുവരലാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് 2 എഫക്റ്റ് ആഡ് ചെയ്യണം. സോ 2 എഫക്റ്റ് ആഡ് ചെയ്യുക. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എഫക്റ്റ് യൂസ് ചെയ്യാണ്ടിരിക്കുക. അത് നിങ്ങളുടെ ക്ലിപ്സിനനുസരിച്ച് ചെയ്യുക. ഓക്കെ, 2 എഫക്റ്റ് ഏതാണെന്ന് വെച്ചാൽ ഈ ഒരു കളർലെസ് ഫ്ലാഷ് എന്ന് പറഞ്ഞ എഫക്റ്റും റെട്രോ ബ്ലൂ എന്ന് പറഞ്ഞ ഈ ഒരു എഫക്റ്റും ആഡ് ചെയ്യാം. സോ നമുക്ക് ആദ്യം റെട്രോ ബ്ലൂ ആഡ് ചെയ്തിട്ട് നോക്കാം. അതിനായി എഫക്റ്റ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു റെട്രോയിൽ ചെന്ന് അതിനായി ഒരു റെട്രോ ബ്ലൂ എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് കാണും. സോ അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫിൽറ്റർ എന്നുള്ള കാണും. അത് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബ്ലൂ മാറി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ഗ്ലോയും ബ്ലറും ഷാർപ്പനും സെറ്റ് ചെയ്യാനുള്ളതാണ്. അത് നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ബ്ലർ എത്രത്തോളമാണോ അത്രത്തോളം തന്നെ നമുക്ക് ആ ഒരു ഷാർപ്പനും സെറ്റ് ചെയ്ത് വയ്ക്കുക. ഗ്ലോ അത്യാവശ്യം ബോറാവാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്കിത് ഭയങ്കര ഡാർക്കായിട്ട് ഫീൽ ചെയ്യണം, അത്യാവശ്യം ബോറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത എഫക്റ്റ് ചൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് അടുത്ത എഫക്റ്റ് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായി ഈ ഒരു എഫക്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് ഈ ഒരു കളർലെസ് ഫ്ലാഷ് എന്ന് പറഞ്ഞ ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ജസ്റ്റ് ഒന്ന് ഫുള്ളാക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ റേഞ്ചിലായൊരു ഗ്ലോ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഈ ഒരു സ്പീഡ് എന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷെയ്ക്ക് മാറി കിട്ടും. ഓക്കെ, എന്നിട്ട് നമുക്ക് അവിടെ ആ ഒരു കളറും ആ ഒരു ഗ്ലോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ വീഡിയോയ്ക്ക് ഷൂട്ട് ആവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ കളർ ഗ്രേഡിങ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് എക്സ്പോർട്ട് ചെയ്യലാണ്. നമുക്ക് 1080pയിൽ 60 fps എക്സ്പോർട്ട് ചെയ്തെടുക്കുക. ശേഷം നമുക്ക് അതിൽ എക്സ്പോർട്ട് ചെയ്ത് വീഡിയോ വിങ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് എൻഹാൻസ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ അത്യാവശ്യം അടിപൊളിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ അത്യാവശ്യം നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.